മുംബൈ മലയാളി സമൂഹത്തെ ആശങ്കയിലാഴ്ത്തുന്ന ഒരു സാമൂഹ്യ വെല്ലുവിളിയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. നഗരജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ ബന്ധുക്കളോടും അയൽവാസികളോട് പോലും ബന്ധം പുലർത്താതെ ഒറ്റപ്പെട്ട് ജീവിതം നയിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്നാണ് സൂചന. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇത്തരം 4 സംഭവങ്ങളാണ് കൈലി ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. ദിവസങ്ങളോളം ആരും അറിയാതെ അവശ നിലയിലോ മരണപ്പെട്ട നിലയിലോ ആണ് ഇവരെ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോഴിതാ മുംബൈ ഉപനഗരമായ ഡോംബിവലിയിൽ ഒരു മലയാളി സ്ത്രീയെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. സംഭവം പുറലോകം അറിയുന്നത് 4-5 ദിവസങ്ങൾക്ക് ശേഷമാണ്. അടുത്ത ബന്ധുക്കൾക്ക് പോലും വിവരം അറിയാതിരുന്നത് ആധുനിക ജീവിതം സൃഷ്ടിക്കുന്ന സാമൂഹ്യ ഒറ്റപ്പെടലിന്റെ ഗൗരവത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഡോംബിവലിയിലെ ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന മലയാളി സ്ത്രീയുടെ മരണവാർത്തയാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത്. ഇന്നലെ രാവിലെ 10 മണിയായപ്പോഴാണ് ബിൽഡിങ്ങിൽ താമസിക്കുന്ന ഒരു ചേട്ടൻ ഫോൺ വിളിച്ചിട്ട് പറയുന്നത് ആ ഫ്ലോറിൽ നിന്ന് വല്ലാത്ത സ്മെല്ല് വരുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും വന്ന് നോക്കുക. അങ്ങനെ ഞാൻ ഇവരൊക്കെ ഇൻഫോം ചെയ്ത് ഇവർ വന്ന് ഞങ്ങൾ പോയപ്പോൾ ജനൽ തുറക്കുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലായിരുന്നു. അങ്ങനെ പോലീസിൽ ഇൻഫോം ചെയ്ത് പോലീസ് വന്ന മുനിസിപ്പാലിറ്റിക്കാരും വന്ന ഇതൊക്കെ ചെയ്തു. മരിച്ച നിലയിലായിരുന്നു. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സമാന സാഹചര്യങ്ങളിൽ മലയാളികൾ മരണപ്പെട്ടതോ ഗുരുതരാവസ്ഥയിൽ കണ്ടെപ്പെട്ടതോ ആയ നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂക്ലിയർ കുടുംബങ്ങളും ജോലി സമ്മർദ്ദവും ബന്ധങ്ങളുടെ അകലം വർദ്ധിപ്പിക്കുന്നതും നഗരങ്ങളിലെ സാമൂഹ്യ ഒറ്റപ്പെടലിന് കാരണമായി സാമൂഹ്യ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. ഡോംബിവലി കേരളീയ സമാജ സെക്രട്ടറി രാജശേഖരൻ നായർ പറയുന്നു. ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ ഒക്കത്തില്ല നമുക്ക്. പിന്നെ ഈ കേസിൽ അവരൊരു അവിവാഹിതയായിരുന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ അമ്മ നേരത്തെ മരിച്ചു, അച്ഛനും മരിച്ചു. വേറെ ഉള്ളതൊരു ചേച്ചിയാണ്. അവർ മാറിയാ താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ പ്രോബ്ലങ്ങളുണ്ട്, ടെൻഷനുകളുണ്ട്. ഞാൻ ഇവിടെ കിടന്നോളാം, നിങ്ങൾ ആരും ബുദ്ധിമുട്ടണ്ട എന്നുള്ള ഒരു ഇതിലായിരുന്നു. സാമ്പത്തികമായി സുരക്ഷിതരാണെങ്കിലും മാനസികമായും സാമൂഹികമായും പലരും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും സംഘടനകളും സ്ഥിരമായി ബന്ധപ്പെടുന്ന സംവിധാനം ഉണ്ടാകേണ്ടതാണെന്ന് സമാജം പ്രസിഡന്റ് EP വാസു വ്യക്തമാക്കി. പക്ഷേ ഈ സ്ത്രീ ഞങ്ങൾ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് ഇവരൊരു അഭിമാനിയാണ്. ഒരുത്തൻ്റെ ഒരു സഹായം വേണ്ട എന്നുള്ളൊരു മനസ്ഥിതിയുള്ളൊരു സ്ത്രീയായിരുന്നു. കാരണം അവർ സ്വന്തമായിട്ട് ജോലി ചെയ്തിരുന്ന് ജീവിച്ചിരുന്നതാണ്. മറ്റുള്ളവരുമായിട്ട് മിങ്കിളി ചെയ്യാനോ മറ്റുള്ളവരോട്ടും അങ്ങനെ ഒരു സ്വഭാവക്കാരിയല്ല. എന്തെങ്കിലും ഒരു മിങ്കിളി ആൾക്കാരായിട്ട് സംസാരിക്കാൻ ആ ഒരു സ്വഭാവം അവർക്കില്ല. ഇത് മെയിനായിട്ടുള്ളത് ഈ ആൾക്കാരുമായിട്ട് ബന്ധം വയ്ക്കാത്തതാണ്. സംഘടനയിൽ മെമ്പറാവുന്നില്ല, ആർക്കും ആരുടെയും സഹായം വേണ്ട, ഇങ്ങനെയുള്ള മെൻറ്റാലിറ്റി വെച്ചിരുന്നാൽ ബുദ്ധിമുട്ടാണ്. സാമൂഹ്യ സംഘടനകളും റെസിഡന്റ് അസോസിയേഷനുകളും പ്രവാസി കൂട്ടായ്മകളും കൂടുതൽ സജീവമായി ഇടപെടേണ്ടതിന്റെ ആവശ്യകതയാണ് ഇത്തരം സംഭവങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ഇങ്ങനെ ഒറ്റപ്പെട്ട കുട്ടികളുള്ള വീടുകൾ ഒന്ന് കുട്ടികളുടെ പേര് എവിടെയെങ്കിലും സാമൂഹിക സംഘടനയിൽ രജിസ്റ്റർ ചെയ്ത് അതിൽ നിന്ന് ആരെങ്കിലും പോയി ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയി നോക്കാനുള്ള ഒരു പ്രതിബദ്ധത ആരെങ്കിലും കാണിക്കണം എന്നാണ് എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത്. ഒരു ഫോൺ വിളിയോ ഒരു സന്ദർശനമോ ഒരു സൗഹൃദാന്വേഷണമോ ചിലപ്പോൾ ഒരു ജീവൻ രക്ഷിക്കാൻ പോലും സഹായകമായേക്കാം. കുടുംബ സുഹൃത്തുക്കളും പറയുന്നത് ഇതാണ്. പിന്നെ അവർ പറഞ്ഞു എനിക്ക് സാധനങ്ങളൊന്നും വേണ്ട, എനിക്ക് ജോലി വേണം, എനിക്ക് സാധനമൊന്നും വേണ്ട. കുറച്ചുകൂടെ അഭിമാനിയാണ് അവള്. മുംബൈയിൽ പലരും ജോലിയുടെയും തിരക്കിന്റെയും പേരിൽ ഒറ്റപ്പെടുകയാണ്. ആൾക്കാരായിട്ടുള്ള ഇടപഴകല് ഭയങ്കര കുറവാണ്. അതാണ് ഇവരുടെ മെയിൻ പ്രശ്നം. അപ്പോൾ ആൾക്കാർക്കും അറിയില്ല എന്താ സംഭവിക്കണമെന്ന്. നമുക്ക് ചുറ്റുമുള്ളവരെ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ആധുനിക നഗരജീവിതം നൽകുന്ന സൗകര്യങ്ങൾക്കൊപ്പം സാമൂഹ്യ ബന്ധങ്ങളുടെ മൂല്യവും തിരിച്ചറിയേണ്ട സമയമാണിത്. ഒറ്റപ്പെടലിന്റെ ഈ മുന്നറിയിപ്പ് സമൂഹം ഗൗരവമായി കാണുമോ എന്നതാണ് ഇനി ഉയരുന്ന ചോദ്യം. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം കാണാം വാർത്തകളും വിശേഷങ്ങളും. പൊട്ടിയ താലിച്ചരടുകൾ കാണാം, പൊട്ടാമദ്യക്കുപ്പികൾ കാണാം, പലിശ പട്ടിണി പടി കീറുമ്പോൾ പുറകിലെ